എക്സാലോജിക്കൽ മാസപ്പടി കേസിൽ പരമാവധി തെളിവുകൾ ശേഖരിക്കാൻ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഇറങ്ങിത്തിരിക്കുന്നത്. സമൻസ് നൽകി വീണ തൈക്കണ്ടിയെയും CMRL MD ശശീന്ദ്രൻ കർത്തയെയും വിളിപ്പിക്കുന്നതിന് മുൻപ് തെളിവ് ശേഖരണം പൂർത്തിയാക്കും. ആദ്യം കേസ് അന്വേഷിച്ച കോർപ്പറേറ്റ് തട്ടിപ്പുകൾ അന്വേഷിക്കുന്നതിനായി ഇന്ത്യ ഗവൺമെന്റിന്റെ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന SFIO നിന്നും മാസപ്പടി കേസിലെ തെളിവുകൾ ശേഖരിക്കും. ചോദ്യം ചെയ്യാനോ അറസ്റ്റ് നടപടികൾക്കോ തടസ്സമില്ലെങ്കിൽ തെളിവുകൾ ഉറപ്പാക്കിയ ശേഷം നീങ്ങാനാണ് EDയുടെ നിലവിലെ തീരുമാനം. ഏറെ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുള്ള കേസിൽ ഏതെങ്കിലും രീതിയിൽ പാളിച്ചയുണ്ടാകാതിരിക്കാനാണ് ED ശ്രമിക്കുന്നത് എന്നാണ് സൂചന. മാസപ്പടി കേസിലെ അന്വേഷണത്തിന് EDക്ക് ഹൈക്കോടതിയിൽ നിന്നും ഇന്നലെ പച്ചക്കൊടി ലഭിച്ചിരുന്നു. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് CMRL MD ശശീന്ദ്രൻ കർത്ത അടക്കമുള്ളവർ നൽകിയ അപ്പീല് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും തള്ളിയിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തുടരണമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. അറസ്റ്റ് അടക്കമുള്ള കടുത്ത നടപടികൾ തടയണമെന്ന ആവശ്യവും ഹൈക്കോടതി അംഗീകരിച്ചില്ല. അന്വേഷണത്തിന് തടസ്സങ്ങളൊന്നുമില്ലെന്ന് ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് EDക്ക് ഇനി അതിവേഗം സമൻസ് നൽകി വിളിപ്പിക്കാം, ചോദ്യം ചെയ്യാം, തുടർ നടപടികളുമാകാം എന്നാണ് വ്യക്തം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലയളവിൽ 2016 മുതൽ 2020-21 വരെ മകൾ വീണയുടെ എക്സാലോജി കമ്പനി CMRL നിന്ന് സേവനമൊന്നുമില്ലാതെ 2,78,00,000 രൂപ വാങ്ങിയതിലെ അനധികൃത ഇടപാടാണ് ED ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്.